ഹായ് ഓൾ, എൻ്റെ ടോപ്പിക്ക് സ്പേസ് ഇൻവേർഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് പാരിറ്റി ആണ്. സ്പേസ് ഇൻവേർഷൻ ഈസ് ദ ഓപ്പറേഷൻ ഇൻ വിച്ച് ദ ആക്സസ് ഓഫ് ദ റെഫറൻസ് ഫ്രെയിംസ് ആർ റിഫ്ലക്റ്റഡ് അറ്റ് ദ ഒറിജിൻ. ഈ ഒരു ഓപ്പറേഷനിൽ എന്താണ്, റെഫറൻസ് ഫ്രെയിമിൻ്റെ ആക്സസസ് നമുക്ക് ഒറിജിനിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. Then the effect of space inversion is left-handed coordinate system changes to right-handed coordinate system and vice versa. സ്പേസ് ഇൻവേർഷൻ്റെ എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ലെഫ്റ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിന് റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്യും. ദെൻ എന്താണ്, റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിന് ലെഫ്റ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കും ചേഞ്ച് ചെയ്യും. അതാണ് സ്പേസ് ഇൻവേർഷൻ ഓപ്പറേഷൻ്റെ എഫക്റ്റ്. ജനറൽ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് ഇൻവേർട്ടഡ് കോർഡിനേറ്റ് സിസ്റ്റം ബിഹേവ് ലൈക്ക് എ മിറർ ഇമേജ് ഓഫ് ഈച്ച് അതർ. ഈ നമ്മളെ ജനറൽ കോർഡിനേറ്റ് സിസ്റ്റം ഇൻവേർട്ട് ചെയ്ത കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഒരു മിറർ ഇമേജ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എ ഫിസിക്കൽ സിസ്റ്റം വിച്ച് ഈസ് ഇൻവാരിയൻറ്റ് അണ്ടർ സ്പേസ് ഇൻവേഷൻ, ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി പോസസ് റിഫ്ലക്ഷൻ സിമെട്രി. അതായത് ഒരു ഫിസിക്കൽ സിസ്റ്റം ഒരു സ്പേസ് ഇൻവേഷൻ്റെ അണ്ടറിൽ ഇൻവാരിയൻ്റ് ആണെങ്കിൽ ആ സിസ്റ്റത്തിന് നമ്മൾ എന്താ പറയുക, റിഫ്ലക്ഷൻ സിമെട്രി പോസസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയാം. ഇനി സ്പേസ് ഇൻവേർഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു പാരിറ്റി ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ പാരിറ്റി ഓപ്പറേറ്ററിനാണ് നമ്മൾ പി ക്യാപ്പ് എന്ന് പറയുന്ന അതിൻ്റെ ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷനാണ് എന്ത്, പി ക്യാപ്പ് സൈ ഓഫ് ആർ ഈസ് ഈക്വൽ ടു സൈ ഓഫ് മൈനസ് ആർ. ഈ ഫസ്റ്റ് വരുന്ന LHSൽ വരുന്ന ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് ദ ഒറിജിനൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ പൊസിഷൻ വെക്ടറാണ്. ആൻഡ് ദ മൈനസ് ആർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് ദ ഇൻവേർട്ടഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ പൊസിഷൻ വെക്ടറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി സ്പേസ് ഇൻവേർഷൻ ഈസ് ഡിസ്ക്രീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്പോൾ സ്പേസ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറയുന്നത് പാരിറ്റി ഓപ്പറേഷൻ എന്നാണ്. It leads to reflection symmetry, so Hermitian is invariant under transformation. ഈ ഒരു സ്പേസ് ഇൻവേഷന് റിഫ്ലക്ഷൻ സിമെട്രിയിലേക്ക് ലീഡ് ചെയ്യുന്നതിനോട് തന്നെ അവിടുത്തെ ഹെർമീഷ്യൻ എന്താണ്, ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഇൻവാരിയൻ്റ് ആണ്. ഇറ്റ് ലീഡ്സ് ടു കൺസർവേഷൻ ഓഫ് പാരിറ്റി. ഇതെന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, കൺസർവേഷൻ ഓഫ് പാരിറ്റിയിലേക്കും ലീഡ് ചെയ്യുന്നു. ഇഫ് പാരിറ്റി ഓപ്പറേറ്റർ പി ക്യാപ്പിനെ നമുക്ക് യു പി ക്യാപ്പ് എന്ന് പറയാം. എങ്ങനെയാണ് യു പി ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താണ്, കറസ്പോണ്ടിങ് യൂണിറ്ററി ഓപ്പറേറ്ററാണ്. ഇഫ് പാരിറ്റി ഓപ്പറേറ്റർ യു പി ക്യാപ്പ് ഓപ്പറേറ്റ്സ് ഇൻ, ഈ പാരിറ്റി ഓപ്പറേറ്റർ യു പി ക്യാപ്പ് എവിടെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യും, സ്പേസ് കോർഡിനേറ്റ്സിൽ ഓപ്പറേറ്റ് ചെയ്യും, മൊമെൻറ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യും, ആംഗുലാർ മൊമെൻറ്റത്തിലും ഓപ്പറേറ്റ് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് യു പി ക്യാപ്പ് എന്ന് പറഞ്ഞ പാരിറ്റി ഓപ്പറേറ്റർ നമ്മൾ സ്പേസ് കോർഡിനേറ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ, ആറാണ് നമ്മുടെ സ്പേസ് കോർഡിനേറ്റ് എങ്കിൽ യു പി ക്യാപ്പ് ആർ, യു പി ക്യാപ്പ് ഡാഗർ എന്ന് പറയുന്നത് മൈനസ് ആർ ക്യാപ്പാണ്. അതായത് അവിടെ സൈന് ചേഞ്ച് ചെയ്യും. ഈ ഒരു പാരിറ്റി ഓപ്പറേറ്റർ സ്പേസ് കോർഡിനേറ്റിൽ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈൻ അവിടെ ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ മൊമെൻറ്റത്തിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ്, യു പി ക്യാപ്പ് പി ക്യാപ്പാണ് നമ്മൾ മൊമെൻറ്റം, യു പി ക്യാപ്പ് ഡാഗർ എന്ന് പറയുന്നത് മൈനസ് പി ക്യാപ്പ്. അവിടെയും എന്താണ്, മൊമെൻറ്റത്തിലും സൈന് ചേഞ്ച് ചെയ്യും. കാരണം പി ഈസ് ഈക്വൽ ടു എം വി ആണ്, എം ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി. ആറിൽ സൈന് ചേഞ്ച് ആവുന്നുണ്ട്. സോ എന്തായി ഇപ്പോൾ പിയിലും മൊമെൻറ്റത്തിലും എന്താവും, സൈന് ചേഞ്ച് ആവും. ഇനി എന്താണ്, പാരിറ്റി ഓപ്പറേറ്റർ നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിലാണ് ആക്ട് ചെയ്യണമെങ്കിൽ, അതായത് യു പി ക്യാപ്പ് എൽ ക്യാപ്പ് യു പി ക്യാപ്പ് ഡാഗർ ഇറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് എൽ ക്യാപ്പ്. ദാറ്റ് ഈസ് എന്താണ്, എല്ല് നമുക്കറിയാം എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്. ആറിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ആർ ആണ്, പിയിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, മൈനസ് പി ആണ്. അപ്പോൾ മൈനസും വരുമ്പോൾ എന്താണ്, അവിടെ പ്ലസ് ആയിപ്പോവും. അപ്പോൾ യു പി ക്യാപ്പ് അതായത് പാരിറ്റി ഓപ്പറേറ്റർ എല്ലിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ വരുന്നത്, ഒരു പ്ലസ് സൈന് ചേഞ്ച് ഒന്നും വരില്ല, പ്ലസ് ആണ്. ഇഫ് എ പാരിറ്റി ഓപ്പറേറ്റർ ഇൻ ഐഗൺ വെക്ടറിൽ ആക്ട് ചെയ്യും, അതായത് സൈ ആർ എന്ന് പറയുന്നൊരു ഐഗൺ വെക്ടറിൽ പാരിറ്റി ഓപ്പറേറ്റർ ആക്ട് ചെയ്യുമ്പം പി ക്യാപ്പ് ഗെറ്റ് സൈ ആർ ഇസ് ഈക്വൽ ടു ഗെറ്റ് സൈ ഓഫ് മൈനസ് ആർ ഇറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സൈ ആർ, ഗെറ്റ് സൈ ആർ എന്ന് പറയാം. ഈ പ്ലസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ് ഹാവ് ഈവൺ പാരിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് പാരിറ്റി ആകുമ്പോൾ നമുക്ക് പ്ലസ് സൈ ആർ കിട്ടുന്നത്, പ്ലസ് ഗെറ്റ് സൈ ആർ കിട്ടും. ഇപ്പം മൈനസ് ഗെറ്റ് സൈ ആർ കിട്ടുന്നത് ഈവൺ ഓഡ് പാരിറ്റീൻ്റെ കേസിലാണ്. ഓക്കെ, ഇപ്പോൾ ഇഫ് എ ഫിസിക്കൽ സ്റ്റേറ്റ് ഹാവ് എ ഡെഫിനിറ്റ് പാരിറ്റി ഓൺലി ഇഫ് ദ ഹെർമീഷ്യൻ ഈസ് ഇൻവാരിയൻറ്റ് അണ്ടർ പാരിറ്റി ഓപ്പറേഷൻ. ഒരു ഫിസിക്കൽ സ്റ്റേറ്റിന് ഒരു ഡെഫിനിറ്റ് പാരിറ്റി ഉണ്ടാകും. എപ്പോൾ മാത്രമേ ആ ഡെഫിനിറ്റ് പാരിറ്റി ഉണ്ടാവുള്ളൂ, ഈ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്തായിരിക്കണം, ഇൻവാരിയൻ്റ് ആയിരിക്കണം അണ്ടർ ദ പാരിറ്റി ഓപ്പറേഷനിൽ. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, പി ക്യാപ്പ് എച്ച് ക്യാപ്പ് പി ക്യാപ്പ് ഡാഗർ ഈസ് ഈക്വൽ ടു എച്ച് ക്യാപ്പ്.
Law of conservation of parity is only applicable correct electromagnetic and strong interaction. ഈ കൺസർവേഷൻ ഓഫ് പാരിറ്റിൻ്റെ ലോ നമുക്ക് എവിടെ മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ? കറക്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടും ആൻഡ് സ്ട്രോങ് ഇൻട്രാക്ഷൻസിലും മാത്രമേ ഇത് അപ്ലിക്കബിൾ ഉള്ളൂ. വീക്ക് ഇൻട്രാക്ഷൻ വയലേറ്റ് കൺസർവേഷൻ ഓഫ് പാരിറ്റി. വീക്ക് ഇൻട്രാക്ഷന് കൺസർവേഷൻ ഓഫ് പാരിറ്റിനെ വയലേറ്റ് ചെയ്യും. സോ അതവിടെ നമുക്ക് അപ്ലിക്കബിൾ അല്ല. വീക്ക് ഇൻട്രാക്ഷൻ്റെ കേസിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് പാരിറ്റി അപ്ലിക്കബിൾ അല്ല. ബീറ്റ ഡി കെ ആണ് ഒരു വീക്ക് ഇൻട്രാക്ഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി an operator also could be characterized as a odd or even depending on whether or not it changes sign under the parity operation. ഒരു ഓപ്പറേറ്ററിനെ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാം, ഓഡാണോ ഈവൺ ആണെന്ന് നോക്കാം. എങ്ങനെ? ഈ പാരിറ്റി ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിൻ്റെ സൈന് ചേഞ്ച് ആവുന്നതിൻ്റെ ബേസിൽ. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ഓപ്പറേറ്റർ ഓഡാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ അതിൻ്റെ പി ക്യാപ്പ് എ ക്യാപ്പ് പി ഡാഗർ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എ ക്യാപ്പ് ആയിരിക്കും ഓഡാണെങ്കിൽ. അപ്പോൾ നമ്മളൊരു പി ക്യാപ്പിനെ കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പി ക്യാപ്പ് എ ക്യാപ്പ് പി ഡാഗർ ഇൻറ്റു പി ക്യാപ്പ് മൈനസ് എ ക്യാപ്പ് ഇൻറ്റു പി ക്യാപ്പ്. അപ്പോൾ പി ഡാഗർ ഇൻറ്റു പി എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ പി ക്യാപ്പ് എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് എ ക്യാപ്പ് ഇൻറ്റു പി ക്യാപ്പ്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് കിട്ടും? പി ക്യാപ്പ് എ ക്യാപ്പ് പ്ലസ് എ ക്യാപ്പ് പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു 0. അതായത് ഈ ഒരു ഓപ്പറേറ്റർ എന്താണ്? ആൻറ്റി കമ്മ്യൂട്ടേറ്ററാണ്. ഇനി ഒരു ഓപ്പറേറ്റർ നമ്മൾ ഈവൺ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ പി ക്യാപ്പ് എ ക്യാപ്പ് പി ഡാഗർ ഈസ് ഈക്വൽ ടു എ, അതായത് പോസിറ്റീവ് ആണല്ലോ കിട്ടുക. ദെൻ അതിനെ കൊണ്ട് പീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പിന്നെ പി ക്യാപ്പ് ഡാഗർ പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ പി ക്യാപ്പ് എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എ ക്യാപ്പ് പി ക്യാപ്പ്. അത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തുകൊണ്ട് വന്നാൽ പി ക്യാപ്പ് എ ക്യാപ്പ് മൈനസ് എ ക്യാപ്പ് പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു 0. അതായത് എ ക്യാപ്പും പി ക്യാപ്പും എന്താണ്? കമ്മ്യൂട്ടേറ്ററാണ്. അതായത് എ ക്യാപ്പ് കമ്മ്യൂട്ടേറ്റ് വിത്ത് പി ക്യാപ്പ് കമ്മ്യൂട്ടറായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദസ് എ ക്യാപ്പ് ഈസ് ഈവൺ ഓർ ഓഡ് അക്കോർഡിംഗ് ആസ് ഇറ്റ്സ് കമ്മ്യൂട്ട്സ് ആൻഡ് ഓർ ആൻറ്റി കമ്മ്യൂട്ട് വിത്ത് പി ക്യാപ്പ്. അതായത് എ ക്യാപ്പ് ഈവൺ ആയിരിക്കും. ഈവൺ ആകുമ്പോൾ എന്താണ്? ഇത് കമ്മ്യൂട്ടേറ്റ് ചെയ്യും പി ക്യാപ്പായിട്ട്. എ ക്യാപ്പ് ഓഡാണെങ്കിൽ എന്താണ്? അതെന്താണ്? ആൻറ്റി കമ്മ്യൂട്ടേറ്റ് ആയിരിക്കും പി ക്യാപ്പുമായിട്ട്. Then only the eigenstate of the even operator can have definite parity. അതായത് ഒരു ഈവൺ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ സ്റ്റേറ്റിന് മാത്രമേ ഒരു ഡെഫിനിറ്റ് പാരിറ്റി ഉണ്ടാവുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. യു പി ക്യാപ്പ് യു പി ക്യാപ്പ് ഡാഗർ ഈസ് ഈക്വൽ ടു മൈനസ് പി ക്യാപ്പ്. പി ക്യാപ്പ് ഇവിടെ ഒരു ഓഡ് ഓപ്പറേറ്ററാണ്. എ സ്റ്റേറ്റ് വിത്ത് ഡെഫിനിറ്റ് ലീനിയർ മൊമെൻറ്റം ഹാസ് നോ ഡെഫിനിറ്റ് പാരിറ്റി. അതായത് നമുക്കറിയാം ഒരു ഡെഫിനിറ്റ് ലീനിയർ മൊമെൻറ്റത്തിന് എന്തുണ്ടാവില്ല? ഒരു ഡെഫിനിറ്റ് പാരിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആംഗുലാർ മൊമെൻ്റ് ഓപ്പറേറ്റർ എന്താണ്? ഈവൺ ആണ്. കാരണം അവിടെ എന്താണ്? ആംഗുലാർ മൊമെൻറ്റത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് യു പി ക്യാപ്പ് അവിടെ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേറ്റർ തന്നെയാണ്, പോസിറ്റീവ് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് എന്താണ്? ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റർ എന്താണ്? ഈവൺ ആണ്. പിന്നെ അതുപോലെ സ്പിൻ ഹാഫ് വേവ് ഫംഗ്ഷൻ ഹാവ് എ ഡെഫിനിറ്റ് പാരിറ്റി. സ്പിൻ ഹാഫ് വേവ് ഫംഗ്ഷൻസിന് എന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് പാരിറ്റി ഉണ്ട്. ആ ഒരു പാരിറ്റിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് പാരിറ്റി എന്ന് പറയുന്നത്. The intrinsic parity of nucleons is conventionally fixed as a positive. ന്യൂക്ലിയോൺസിൻ്റെ ഇൻട്രിൻസിക് പാരിറ്റി എന്താണ്? നമ്മൾ പോസിറ്റീവായിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. Thus the parity of pions can be determined relative to the half of the nucleons to that of nucleons. അതുകൊണ്ട് തന്നെ പാരിറ്റി ഓഫ് പയോൺസ് നമുക്ക് ആ ഒരു ന്യൂക്ലിയോൺസിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതായത് പൈ ഡാഗർ പ്ലസ് ഡി ഈസ് ഈക്വൽ ടു പി പ്ലസ് പി. ഇതിൽ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂട്രോൺ ആണ്. ഡ്യൂട്രോണ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസിനെയും. പി എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. പൈഡാഗർ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് പയോൺ ആണ്. അതുകൊണ്ട് തന്നെ പാരിറ്റി ഓഫ് പയോൺ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് നെഗറ്റീവായിട്ടാണ്. ഓക്കെ, താങ്ക് യു.